2000 രൂപ ബഡ്ജറ്റിൽ ഞാൻ ഒരു ഇയർബഡ് വാങ്ങിക്കാൻ പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വേണം. പ്രത്യേകിച്ച് പ്രയോറിറ്റി എനിക്ക് കോളിങ്ങിനാണ്. അപ്പോൾ മൈക്ക് ക്വാളിറ്റി നല്ലതായിരിക്കണം. അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി 100% കേട്ടാൽ പോലും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം. എന്നാൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. കൂടാതെ ബേസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും അത് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൂഡിനനുസരിച്ചിട്ട് ബേസ് മാറ്റാനും അതുപോലെ തന്നെ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇടാനും അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉള്ള പാട്ടൊക്കെ ഇടാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, EQ മോഡ്സ്, അത് അതിനകത്ത് വേണം. കൂടാതെ ബിൽഡ് ക്വാളിറ്റി നല്ല രീതിക്ക് വേണം. അതേപോലെ തന്നെ ANC ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ വേണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന FreePods 4 കൺസിഡർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ലാന്ന് ഞാൻ പറയാം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്തുണ്ട്, വിജിത് ബ്രോയിന് വേണ്ടി മാത്രമാണ്. കാരണം പുള്ളി 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ DeepZstore നിങ്ങൾ ഷോർട്സ് കണ്ട് കാണും, സസ്പെൻഡ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും രണ്ടാമതൊരു അക്കൗണ്ട് Deeps_store എന്ന് പറഞ്ഞിട്ട് പുതിയ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അക്കൗണ്ടിൽ തന്ന അതേ സപ്പോർട്ടും സ്നേഹമൊക്കെ തന്നെ ഉറപ്പായിട്ടും അതിനകത്തും വേണം. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും മറ്റുള്ള വാച്ചുകളുടെ സ്ട്രാപ്സ്, ഇയർബഡുകളുടെ കേസസ്, അതേപോലെ തന്നെ ആപ്പിൾ വാച്ച് അൾട്രാ ക്ലോണുകളും കൂടാതെ ഇയർബഡുകളും ഒക്കെ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ തന്നെ കാശ് കുറച്ചിട്ട് റിട്ടേൺ ചെയ്യും. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ Oraimo Freepods 4. എന്തായാലും ഇയർബഡുകളിലേക്ക് വരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ബോക്സ് കേട്ടോ. പാക്കിംഗ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഒരു JBL അല്ലെങ്കിൽ സോണിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന അതേ ബോക്സാണ് നമുക്ക് ഈ ഒരു Oraimo Freepods 4ൻ്റെ കൂടെ കിട്ടുന്നത്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഫിസിക്കലി നോക്കുമ്പോൾ കുറച്ച് ബൾക്കി ആയിട്ടുള്ളതാണ്, പക്ഷേ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. മുകളിൽ Oraimoയുടെ ലോഗോ ഉണ്ട്, ഫ്രണ്ടിലൊരു LED ഇൻഡിക്കേറ്റർ അവർ ഇൻവിസിബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ പിറകിലൊരു Type-C പോർട്ടും കാണാം. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസല്ല, 550 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 35.5 hours ആണ് വിത്തൗട്ട് ANC നമുക്ക് കിട്ടുക ടോട്ടൽ പ്ലേ ടൈം. എന്നാൽ ANC ഓൺ ആക്കുവാണെങ്കിൽ അപ് ടു 27 hours പോകും. 2 hours വേണം 100% ഈ ഒരു കേസ് ചാർജ് ആകാനായിട്ട്. അതുപോലെ തന്നെ Type-C ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 170 മിനിറ്റ് നമുക്ക് ക്വിക്ക് ചാർജിങ് ടെക്നോളജിയോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു ലിഡിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ ആക്ച്വലി സ്ലൈഡിംഗ് ആണ്. നമ്മളിങ്ങനെ പൊക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞാൽ കണ്ടാ നമ്മുടെ ഇയർബഡ് അവിടെ ഇരിക്കുന്നതാണ്. അതേപോലെ തന്നെ ലിഡ് ക്വാളിറ്റി നല്ല രസമുണ്ട്, അതിൽ നിന്ന് വേറെ ഒരു സംശയമില്ല. എന്തായാലും നമ്മൾ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പോയിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും കേട്ടോ. കൂടാതെ ഇതിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് ഗൂഗിൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലിഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്പിളിൽ നമ്മൾ എയർപോഡ്സ് കണക്ട് ചെയ്തില്ല, അതുപോലെ പോപ്പപ്പ് നിങ്ങളിപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന പോലെ പോപ്പപ്പ് അങ്ങോട്ട് ഓണായി വരും. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിലാണ് കിട്ടുന്നത് കേട്ടോ. ഒരു യുണീക്ക് ഡിസൈൻ, അതായത് നല്ല രസമുണ്ട് കാണാൻ എന്നുള്ളൊരു വേറെ ഒരു സംശയമില്ല. ഒരു ഗ്ലോസി ഫിനിഷാണ്. പിറകിൽ ഭയങ്കര ഗ്ലോസി അല്ലെങ്കിൽ പോലും അതും ഒരു ഗ്ലോസി ടൈപ്പാണ്. ആകെ ഉള്ള ആ ഒരു പൊട്ട് പോലത്തെ ആ ഒരു ഭാഗം, ആ ടച്ച് സെൻസേഴ്സ് ഉള്ള ഭാഗം മാത്രമാണ് കുറച്ച് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളത്. Oraimoയുടെ ലോഗോ അവിടെ ഉണ്ട്. പിറകിൽ നമുക്ക് മൈക്കും LED ഇൻഡിക്കേറ്ററും ഒക്കെ തന്നെ കാണാൻ പറ്റും കേട്ടോ. എത്ര ഡ്രൈവേഴ്സ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എവിടെ നിന്ന് മനസ്സിലായില്ല. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എത്ര ആണെന്ന് വെച്ചപ്പോഴത്തേക്ക് അതിലൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് 10 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 10 ആയിരിക്കാം. ഇനി അതല്ല അതിൽ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇയർ ട്രിപ്പുകൾ ഉണ്ടല്ലോ, അത് ആന്റി ബാക്ടീരിയൽ ഇയർ ട്രിപ്പുകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ പോലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കൂടാതെ 60 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 8.5 hours നമുക്ക് വിത്തൗട്ട് ANCയിലും 7 hours വിത്ത് ANCയിലും നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നതാണ്. ഇയർബഡുകളും ചാർജ് ആകാനായിട്ട് അപ് ടു 2 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു പൊട്ട് പോലത്തെ ഭാഗം കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ആ ഒരു ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. എന്തായാലും നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ എടുക്കാനും പറ്റും. എന്നാൽ നിങ്ങൾക്ക് കോൾ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീപ്പ് എന്ന് കേൾക്കും. രണ്ടാമത്തെ ബീപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു കോൾ അങ്ങോട്ട് കട്ടാവും. എന്തായാലും ഈ ഒരു ബീപ്പിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്, മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി വലുതിൽ ആണെങ്കിലും ഇടതിലാണെങ്കിലും നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീപ്പ് എന്ന് കേട്ടിട്ട് കൈ പൊക്കുമ്പോഴത്തേക്ക്
കണ്ടോ വോയിസ് അസിസ്റ്റൻസ് വരും. നമ്മൾ കോള് ഉള്ള സമയത്തല്ല, അല്ലാതെ നോർമൽ ടൈമിൽ. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 പ്രാവശ്യം ബീപ്പ് 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 സൗണ്ട് കേട്ടിട്ട് കൈ അങ്ങോട്ട് എടുക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഗെയിമിംഗ് മോഡ് ഓൺ ആവുന്നത്. വീണ്ടും നമ്മൾ അതേപോലെ അങ്ങോട്ട് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ബീപ്പ് 4 പ്രാവശ്യം കേട്ടിട്ട് കൈ എടുക്കുമ്പോൾ ഗെയിമിംഗ് മോഡ് ഓഫ് ആവും. അതേപോലെ ഇടയിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം കൈ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 30 dB ANC മോഡ് ഓൺ ആവും. കൂടാതെ വീണ്ടും നമ്മൾ അങ്ങോട്ട് 2 പ്രാവശ്യം ബീപ്പ് കേട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് ട്രാൻസ്പെറൻസി മോഡും വീണ്ടും നമ്മൾ അതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് ANC ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരണമെങ്കിൽ ഇതങ്ങോട്ട് വെറുതെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം ചില ഇയർബഡ് നമ്മൾ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല ക്ലോസ്ഡ് ആവുന്നൊരു ഫീൽ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ചിരിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് വരുന്നൊരു പ്രവണത ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ക്ലോസ്ഡ് ആവുന്നൊരു ഫീലും ഉണ്ട്, ക്ലോസ്ഡും ആവും. പക്ഷേ ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിരിച്ച് സംസാരിച്ചാലും ഇനി അതല്ല ഓടിയാലും ചാടിയാലും എത്ര ഇട്ട് തലയൊക്കെ കുലിക്കാൻ പോലും അങ്ങനെ പുറത്തേക്ക് വരുന്നൊരു പ്രവണതയേ ഇല്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെ കേട്ടോ വെയറിംഗ് കംഫർട്ടിൽ. എനിക്കുണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഇതിനകത്ത് ANC ഉണ്ട്, 30 dB ANC ഉള്ളതുകൊണ്ട് തന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, ഒരാളത്ത് വിളിക്കുമ്പോഴത്തേക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷനും ANC ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് എന്താ പറയുക, നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്നാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഭയങ്കര രീതിക്ക് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. 30 dB എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആപ്പിൾ എയർപോഡ്സ് പ്രോ അല്ലെങ്കിൽ അതുപോലുള്ള കൂടിയ സാധനങ്ങളിലൊക്കെ നിങ്ങൾ ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇനേബിൾ ചെയ്തിട്ടൊക്കെ കേട്ടതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ ANC ഉണ്ടോ എന്ന് പോലും സംശയിക്കും. അമ്മാതിരിയേ ഉള്ളൂ. ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് ANC എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഒരു ANC ഉണ്ടെന്ന് ഒരു ഉപയോഗമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oraimo Freepods Proയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഔട്ട്ഡോറിൽ. ഇതിനകത്ത് കോട്ട് മൈ വിത്ത് ANC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതമുണ്ട്. ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ച വർക്ക് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 100% പാടിട്ടാൽ പോലും എന്താ പറയുക, നല്ല ക്വാളിറ്റി എന്നാണ് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിനകത്ത് EQ മോഡ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബേസ് ലെവർ ആണെങ്കിൽ ആ ഒരു ബേസ് EQ മോഡ് അങ്ങോട്ട് ഇടാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ വോക്കൽ ആണെങ്കിൽ അതിലേക്ക് പോകാം. ജാസ്, റോക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിലേക്ക് പോകാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഒരു ഡീപ്പ് ബേസ് ലെവർ ആണെങ്കിൽ ഇത് മേടിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കാരണം അമ്മാതിരി ആ ഒരു തലമണ്ട അടിച്ച് പൊളിക്കുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഇല്ല കേട്ടോ. പക്ഷേ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ബേസ് ഉണ്ട്. നല്ലൊരു റിച്ച് ആൻഡ് ഡീപ്പ് ബേസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ. ഡീപ്പ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പറയണത് ചില പ്രോഡക്റ്റിൽ നിന്ന് കിട്ടും, മറ്റേ നമ്മുടെ തലയൊക്കെ അങ്ങ് ഇടിക്കുന്ന, അതായത് പൊട്ടിക്കുന്ന പോലത്തെ ഒരു ബേസ്, അതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ആ ഒരു ബേസ് ഇവിടെ ഇല്ല. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ ആ ഒരു 100% ഇടുമ്പോൾ ഉള്ള സംഭവമാണ് കേട്ടോ. കാരണം പൊതുവെ ഈ ഒരു ബോൾട്ട്, ഓപ്പോ എൻവോ ബഡ്സ് 2, ഇനി റിയൽമി ടെക് ലൈഫിന്റെ ബഡ്സ് T100 ഇതൊക്കെ തന്നെ നമ്മൾ 100% ഇടുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ആ ഒരു ബേസ്, എനിക്ക് തോന്നുന്നു അവർ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് അതായത് ബേസ് ലെവൽസ് മാത്രം വാങ്ങിച്ചാൽ മതി എന്നുള്ള സംഭവത്തിൽ. ബോൾട്ടും ആണ് കേട്ടോ പൊതുവെ. ഏതൊരു ഇയർബഡ് നിങ്ങൾ അവരുടെ വാങ്ങിച്ചു പോയാലും അതിൽ അമ്മാതിരി ബേസ് ആയിരിക്കും. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ബേസ് ഉണ്ടോ എന്ന് വെച്ചാൽ ബേസ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഒരു ബേസ് ലെവർ അല്ല, എന്നാൽ പോലും ഇതിനകത്തുള്ള ബേസും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഡോമിനേറ്റഡ് ആണ് ബേസ്. പക്ഷേ നിങ്ങൾ ആ ഒരു ബോർ ടൈപ്പ് ഒരു ബേസ് നിന്ന് കിട്ടില്ല കേട്ടോ. ഒരു റിച്ച് ക്വാളിറ്റി, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. മ്യൂസിക് ക്വാളിറ്റി ഓവറോൾ എന്തായാലും പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ ഈ ഇയർബഡുകൾ Oraimo സൗണ്ട് എന്ന് പറഞ്ഞ ആപ്പായിട്ട് സിങ്ക് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാം. കൂടാതെ വിസിറ്റർ മോഡ്, ഞാൻ എന്തായാലും വിസിറ്റർ മോഡിലേക്ക് പോവുകയാണ്. അതങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഡിവൈസ് ആഡ് ചെയ്യാം. കണ്ടോ, Oraimo Freepods 4 വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. കണക്റ്റഡ് ആണ്. ലെഫ്റ്റിൽ 100% ഉണ്ട്, റൈറ്റിൽ 100% ഉണ്ട്, കേസിൽ 83%. അതെല്ലാം തന്നെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുമേ. കൂടാതെ നമ്മൾ അവിടെ ഒന്നുകൂടെ അങ്ങോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു ആനിമേഷനൊക്കെ വന്നിട്ട് Oraimo Freepods 4 ഓപ്പൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. കൂടാതെ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. ട്രാൻസ്പെറൻസി മോഡിലേക്കൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാം. 5 എണ്ണം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡിലേക്ക് പോകാം, അല്ല ഹെവി ബേസ് വേണമെങ്കിൽ അതിലോട്ട് പോകാം. റോക്ക് ആണെങ്കിൽ റോക്ക്, ജാസ്
ബാസ്, വോക്കൽ, ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കേ. കൂടാതെ ഇയർബഡ്സ് കൺട്രോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും. ഗെയിമിംഗ് മോഡ് ഓണും ഓഫും ഒക്കെ ആക്കാനും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫേംവെയർ അപ്ഡേറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ട്, കൂടാതെ അൺബൈൻഡ് ദ ഡിവൈസ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ഒറൈമോ സൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. പിന്നെ IP റേറ്റിംഗ് എത്രയാണെന്ന് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു IPX4 IPX5 ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു വേറൊരു സംശയമില്ല. കാരണം അത്രയും കാശാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഇതിന്റെ വാറണ്ടിയിലേക്ക് വരണമെങ്കിൽ 1 വർഷം പ്ലസ് 1 ഇയർ ഉണ്ട്. അതായത് ടോട്ടൽ 2 വർഷം നമുക്ക് ഇതിന്റെ വാറണ്ടി ഉണ്ട്. രണ്ടാമത്തെ വർഷം കിട്ടണമെങ്കിൽ നമ്മൾ സാധനം വാങ്ങിച്ച് 14 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ അങ്ങോട്ട് വാറണ്ടി രജിസ്റ്റർ ചെയ്യണം കേട്ടോ. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുക. കാരണം 1 വർഷം കൂടി ഫ്രീ ആയിട്ട്. പൊതുവേ നമുക്ക് ബോൾട്ടൊക്കെ തരുന്നത് എത്രയാ, 1 വർഷം പ്ലസ് ഒരു 3 മാസം കൂടി, 15 മാസമാണെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അത് 24 മാസം നമുക്ക് തരുന്നുണ്ടേ. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത് നമ്മുടെ ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് മോഡ്, PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് നോക്കാവേ. ഇതിനകത്ത് എത്ര MS ലോ ലേറ്റൻസി മോഡാണ് ഉണ്ടെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എന്തായാലും വലിയ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഡിലേ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സിംഗിൾ ടാപ്പിൽ കണ്ടോ, ഒട്ടും അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല കണ്ടോ. എന്തായാലും ഈ ഒരു ഔട്ട്പുട്ട് കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 45 to 50 MS ഉണ്ടാവുള്ളൂ കേട്ടോ. 60 പോകാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് വീഡിയോ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. പിന്നെ വീഡിയോ നമ്മൾ കാണുമ്പോഴത്തേക്ക്, അതായത് യൂട്യൂബിലാണെങ്കിലും ഇന്റർനെറ്റ് എക്സ്റ്റേണൽ കാണുമ്പോഴത്തേക്ക് ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ലിപ്സിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ഒറൈമോ ഫ്രീപോഡ്സ് 4നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1799 അല്ലെങ്കിൽ 1999 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ ബഡ് ബൈങ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ കുറച്ച് ബെനിഫിറ്റ്സ്, അതെല്ലാം തന്നെ ഉറപ്പായിട്ടും നമുക്ക് 100% ഇതിനകത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ 1800 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ലോ ലേറ്റൻസി, ഇപ്പോൾ ഗെയിമിങ് കളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് പറയാനൊന്നുമില്ല, നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബേസ് ലവേഴ്സ് വാങ്ങിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വാങ്ങിക്കുക. അതർവൈസ് ഈ ഒരു പ്രോഡക്റ്റ് 100% വർത്ത് ബൈങ് എന്നുള്ളിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.